ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ 7 മാർക്കിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് റിവ്യൂ റൈറ്റിംഗ്. അപ്പോൾ റിവ്യൂ റൈറ്റിങ്ങിൻ്റെ 7 മാർക്കും കിട്ടണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മതി. മാത്രമല്ല പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ റിവ്യൂ റൈറ്റിങ്ങും ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റ്, ബേസിക് ഫോർമാറ്റ് എന്ന് മനസ്സിലാക്കാം. എന്തായാലും വേണ്ട സാധനമാണ് ടൈറ്റിൽ ഏറ്റവും സിമ്പിൾ രീതിയിൽ കൊടുക്കുക. എന്താണ്? റിവ്യൂ ഓഫ് ഡാഷ്, ഒരു ചാപ്റ്ററോ സ്റ്റോറി ആയിരിക്കും നമ്മൾ പഠിച്ചത്. അപ്പോൾ റിവ്യൂ ഓഫ് ആ ഡാഷ്, ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ടൈറ്റിൽ വരേണ്ടത്. പിന്നെ വേണ്ടത് ഒരു സിമ്പിൾ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ്? ഡാഷ് ഇസ് എ ഷോർട്ട് സ്റ്റോറി, അല്ല ഡാഷ് ഇസ് എ ചാപ്റ്റർ റിട്ടൺ ബൈ ഓതറിൻ്റെ പേര് കൊടുക്കുക. എബൌട്ട് എന്താണ് അതിൻ്റെ മെയിൻ കഥ എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി. എന്താണ് ആ സ്റ്റോറിയിൽ മെയിൻ തീം? ഇപ്പോൾ എബൌട്ട് കൈൻഡ്നെസ് ആവാം, ഇപ്പോൾ എബൌട്ട് എന്താണ് മോട്ടിവേഷനോ എന്തോ ആയിരിക്കും. അത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. പിന്നെ വേണ്ടത് പ്ലോട്ടാണ്. എന്താണ് ആ സ്റ്റോറിയിൽ സംഭവിക്കുന്ന, ആ കഥയിൽ അല്ല ചാപ്റ്റർ സംഭവിക്കുന്നതിന് സ്റ്റോറി ഷോർട്ടായി കൊടുക്കുക. ദ സ്റ്റോറി ബിഗിൻസ് വെൻ ആൻഡ് പിന്നെ ഇത് സംഭവിക്കുന്നു, ഇൻ ദി എൻഡ് ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യം മാക്സിമം എന്നാൽ ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുള്ളതൊക്കെ എഴുതി വെച്ചോ, ടീച്ചർ മനസ്സിലായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം. പിന്നെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാം. ക്യാരക്ടേഴ്സിന് എന്താണ്? മെയിൻ ക്യാരക്ടർ ഇന്ന ആളാണ്, ഈസ് പ്രസൻറ്റ് ആസ് ഈ രീതിയിലാണ്, അയാളുടെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേറെ ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു ഫിലിം റിവ്യൂ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ പറയാം, ഇൻട്രൊഡക്ഷൻ കൊടുക്കും നമ്മൾ. പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ അശ്വന്ത് ഗോക്ക് വന്നിട്ട് അല്ലെ ഉണ്ണി പോലെ ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട് റിവ്യൂ പറയുമ്പോൾ എന്താ പറയുക? അവർ പറയും ഒന്ന് കഥയിൽ ബേസിക് ആയിട്ട് കഥയൊക്കെ പറയും, പ്ലോട്ട് പറയും. പിന്നെ എന്തായാലും ക്യാരക്ടേഴ്സ് ഇന്നാണെന്നൊക്കെ പറയും. എന്നിട്ട് അവസാനം നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ ഒപ്പീനിയൻ ആദ്യം പറയരുത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ചാടിക്കറി ഫുൾ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കാനില്ല, എനിക്ക് ഇത് തോന്നിയില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇൻ മൈ ഒപ്പീനിയൻ ദ മോസ്റ്റ് ടച്ചിങ് പാർട്ട് ഇതാണ്, ആൻഡ് ഐ ലൈക്ക് ദ സ്റ്റോറി. ലൈക്ക് എന്നൊക്കെ പറയാൻ നല്ല, പ്രത്യേകിച്ച് പബ്ലിക് എക്സാമിന് ഇഷ്ടമായില്ല എന്നൊന്നും പറയണ്ട. ഐ ലൈക്ക് ദ സ്റ്റോറി ബിക്കോസ് ഇന്ന കാര്യം എന്ന് പറയാം. ഇറ്റ് ടീച്ചസ് അസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. ഈ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ 7 മാർക്ക് ഇങ്ങോട്ട് പോന്നോളൂ. ഇത് എങ്ങനെയാണ് ആക്ച്വലി പരീക്ഷ ചോദ്യം വരാമെന്നോ ഇതൊക്കെ ഇങ്ങനെ എഴുതാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ചോദ്യം വന്നാൽ, ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, ഗബ്രിയൽ ഗാർസിയ portrays how the society tends to isolate the ones who appear weak, vulnerable and different. Based on your reading of the story, prepare a review focusing on the characterization, theme and plot development. പിന്നെ ഹിന്റുകൾ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മാക്സിമം അത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ വരാം. ഫോർമാറ്റ് എന്താണ്? റിവ്യൂ ഓഫ് ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക. എന്നിട്ട് പറയാം ചാപ്റ്ററിൻ്റെ പേര് അല്ലേ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ഓതറിൻ്റെ പേര് എപ്പോഴും പറയണം കേട്ടോ റിവ്യൂ വരുമ്പോൾ. എബൌട്ട് എന്താണ് നമ്മൾ ഈ ഫോർമാറ്റോടെ ഫോളോ ചെയ്യുന്നത്. എബൌട്ട് ഒരു ഓൾഡ് മാൻ അല്ലേ, അത്രേ ഉള്ളൂ. ഓൾഡ് മാൻ വിത്ത് ഹ്യൂജ് വിങ്സ് ഹു ഫോൾസ് ഇൻടു എ പുവർ കപ്പിൾസ് കോർട്ട്യാർഡ്. എന്നിട്ട് എന്താണ് വേണ്ടത്? ദ മെയിൻ തീമാണ് അടുത്ത് വേണ്ടത്. ദ മെയിൻ തീം ഓഫ് ദി സ്റ്റോറീസ് ഹൗ സൊസൈറ്റി ഐസൊലേറ്റ്സ് ആൻഡ് ഇൽ ട്രീറ്റ്സ് ദോസ് ഹു ആർ വീക്ക്, പുവർ ആൻഡ് ഡിഫറെൻറ്റ്. അതിപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഇവിടെ തന്നെ കൊടുത്ത സാധനം എഴുതി വെക്കുകയാണ് ഏറ്റവും നല്ലത്. മെയിൻ തീം ഈ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ്സ് വൺസ് ഹു അപ്പിയർ വീക്ക്, വൾണറബിൾ ആൻഡ് ഡിഫറെൻറ്റ്. അതേ തന്നെ എഴുതി വെച്ചാൽ മതി, മനസ്സിലായി? അപ്പോൾ മെയിൻ തീം എന്തായാലും എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക? കഥ, പ്ലോട്ട് ഷോർട്ടായിട്ട് കൊടുക്കുക. സ്റ്റോറി ബിഗിൻസ് വെൻ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇൻ ദി എൻഡ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. ഇത് കുറച്ചുകൂടി ലെങ്തി ആകാം കേട്ടോ. അവിടെ ഞാൻ ഷോർട്ടായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ 7 മാർക്കിന് ചോദ്യമില്ല, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആക്കുക. അപ്പോൾ ഷോർട്ടായിട്ട് എന്ന് പറയുമ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം ചാപ്റ്റർ എഴുതി വെക്കേണ്ടെന്ന് മാത്രമാണ്. പക്ഷേ മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് ലെങ്തി ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മെയിൻ ക്യാരക്ടേഴ്സ് വേണം. മെയിൻ ക്യാരക്ടർ ഓൾഡ് മാൻ ആണ്, പ്രസൻറ്റ് ആസ്. അയാളുടെ ക്വാളിറ്റീസ് കുറേ പറയുക. ക്വാളിറ്റീസ് പറഞ്ഞാൽ സൈലൻറ്റ്, പേഷ്യൻറ്റ്, ഹെൽപ്ലെസ് പറയുക. പെലായോ എൽസിൻ്റെ ആണ് പിന്നെയുള്ള മെയിൻ ക്യാരക്ടേഴ്സ്. അവരെന്താണ്? ഭയങ്കര സെൽഫിഷ് ആണ്, ഗൺഗ്രെയിൻഫുൾ ആണ്. അവരുടെ ക്വാളിറ്റീസ് പറയുക. അവരെങ്ങനെയാണ് ക്വാളിറ്റീസ് പറയുക. ഇനി വേണമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കൂടുതൽ എഴുതണമെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ക്വാളിറ്റീസ് ഉള്ളതെന്ന് പറയാം അല്ലേ. അപ്പോൾ ഓൾഡ് മാൻ എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നത്. കുറേ ആൾക്കാർ ഭക്ഷണക്കാരുടെ മേത്ത് പറഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടാൻ പോയില്ല, അയാൾ കംപ്ലയിൻറ്റ് ചെയ്ത്, അയാൾക്ക് ദേഷ്യം വന്നില്ല. ഇവരെന്തുകൊണ്ടാണ് സെൽഫിഷാന്ന് പറഞ്ഞ് ഇവരെന്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, അയാളെ മാക്സിമം എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? മാക്സിമം ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, പ്ലോട്ടും പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. ഇൻ മൈ ഒപ്പീനിയൻ ദ മോസ്റ്റ് ടച്ചിങ് പാർട്ട് ഇസ് ഇന്ന കാര്യങ്ങളാണെന്ന് പറയുക. ആൻഡ് ഐ ലൈക്ക് ദി സ്റ്റോറി ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് 2-3 സെൻറ്റൻസിൽ പറയാം. ഇവിടെ ഞാൻ ഒരു സെൻറ്റൻസിൽ കൊടുത്തു, നിങ്ങൾ 2-3 സെൻറ്റൻസിൽ പറയാം. ഇറ്റ് ടീച്ചസ് അസ് ദാറ്റ്. നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു? പേഷ്യൻസ് ക്യാൻ വിൻ ഓവർ ക്രൂവൽറ്റി ആൻഡ് ദാറ്റ് വി മസ്റ്റ് ട്രീറ്റ് ദ വീക്ക്. എന്താണ് അതൊക്കെ? അത് എന്ത് വേണേൽ എഴുതി വെക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. വിഷയമുള്ള കാര്യം ഈ സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്, ഇൻക്ലൂഡിങ് ടൈറ്റിൽ. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് ചാപ്റ്ററിലെ മാക്സിമം പ്ലോട്ട് ഡീറ്റെയിൽസും ക്യാരക്ടർ ക്വാളിറ്റി ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 7 മാർക്ക് പുഷ്പം പോലെ വരും. ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അത് 3 മാർക്കും 4 മാർക്കും 5 മാർക്കും ആയി മാറുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിവ്യൂ തന്നെയാണ് എക്സാമിൽ വരണമെന്നില്ലല്ലോ, പല ടൈപ്പ് വരാം. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ ഇന്ത്യ ആറ്റിക് എന്താണ്
റിവ്യൂ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം ബൈ ഹാർട്ട് പഠിക്കണ്ട. ഓക്കെ, എന്നാലും ഒരു സ്ട്രക്ചർ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ ഇതേ ഞാൻ പഠിപ്പിച്ച ഫോർമാറ്റ് വെച്ചിട്ട് ഓരോന്നിൻ്റെയും റിവ്യൂ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ബൈ ഹാർട്ട് പഠിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് ഒന്ന് ഫെമിലിയർ ഇൻ ദ ആറ്റിക് ഇസ് ബ്ലാ ബ്ലാ ബ്ലാ. സർവൈവർ ടെസ്റ്റിമണി എന്നൊന്നും വേണ്ട, ഇത് സ്റ്റോറി എന്ന് എഴുതി വെച്ചാൽ റിട്ടൺ ബൈ ഇന്ന പേഴ്സൺ എബൌട്ട് എന്താണ് ഇതിൻ്റെ മെയിൻ തീം നമ്മൾ കൊടുക്കുന്നു, സ്റ്റോറി ബിഗിൻസ് പറയുന്നു, ദെൻ ഇത് സംഭവിക്കുന്നു, ഇൻ ദി എൻഡ് ഇത് സംഭവിക്കുന്നു. ഓക്കെ, അത് കുറച്ച് ഡീറ്റെയിൽ ആയി എഴുതുക. മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ സ്പിൽമൻ ആണ്, അയാളുടെ കാര്യങ്ങളൊക്കെ പറയാം. ജർമ്മൻ ഓഫീസറാണ് രണ്ടാമത്തെ, വേറെ ആരും ക്യാരക്ടേഴ്സ് ഇല്ലല്ലോ. എന്താ അയാളുടെ കാര്യങ്ങളൊക്കെ പറയാം. അതിൻ്റെ കുറച്ചുകൂടി പ്രൂഫൊക്കെ പറയാം. അയാൾ എന്തുകൊണ്ടാണ് കമ്പാഷനേറ്റ്, അത് ഇയാൾ എന്താ ഭക്ഷണം കൊടുത്തു, ഇയാൾ എന്താണ് ഒളിക്കാൻ വേണ്ടി കുറച്ചുകൂടി നല്ല സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചേർക്കുക. അവസാനം ഇൻ മൈ ഒപ്പീനിയൻ മോസ്റ്റ് ടച്ചിങ് പാർട്ട് കൊടുക്കുക. ഐ ലൈക്ക് ഡിറ്റ് ബിക്കോസ് എന്തുകൊണ്ടാണ് കൊടുക്കുക. പിന്നെ ടീച്ചേഴ്സ് അസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇത്ര എഴുതി വെച്ചാൽ 7 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, കൂടുതൽ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ഞാൻ 2-3 കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടെ പഠിച്ച് പോയി കഴിഞ്ഞാൽ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്താണ് എന്ത് വന്നാലും ഇത്ര കൊടുക്കുക. ഓക്കെ, എന്ത് വന്നാലും ഇപ്പം നമ്മൾ പഠിക്കാത്ത പറഞ്ഞാൽ ചാപ്റ്റർ പഠിക്കാത്തെന്ന് വരില്ല. പക്ഷെ ഞാനിപ്പോൾ എക്സാക്ട്ലി ഞാൻ എക്സാമ്പിൾ കൊടുക്കാതെ വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കും. കാരണം യു ജസ്റ്റ് ഫോളോ ദിസ് ഫോർമാറ്റ് ആൻഡ് മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. പ്ലോട്ടിലാണെങ്കിലും ക്യാരക്ടേഴ്സിലാണെങ്കിലും മാക്സിമം, കാരണം അവിടെയുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഒപ്പീനിയൻ അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രഡക്ഷൻ വലുതാക്കുകയൊന്നും വേണ്ട, അത്ര തന്നെ മതി. പ്ലോട്ടിലും ക്യാരക്ടേഴ്സിലും അതിൻ്റെ ക്വാളിറ്റീസിൻ്റെ പ്രൂഫിലും മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും. 7 മാർക്ക് എന്തായാലും കിട്ടും. കാരണം ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ആകെ ഈ മണ്ടത്തരം കാണിക്കായിരുന്നു. മതി ഇൻട്രഡക്ഷൻ കൊടുത്ത് നേരെ നിങ്ങളുടെ ഒപ്പീനിയൻ റിവ്യൂ ആണല്ലോ. അപ്പോൾ കുറേ അഭിപ്രായം പറയാമെന്ന് വെച്ചിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ നടക്കാൻ പോകുന്നില്ല. പ്ലോട്ട് വേണം, ക്യാരക്ടേഴ്സ് വേണം, ക്വാളിറ്റീസ് വേണം, എല്ലാം വേണം. എന്നിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതെന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ ആ 7 മാർക്ക് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.